ഇവിടെ നല്ലൊരു വീട് വെച്ച് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാണ് എന്റെ സ്വപ്നം. ഹായ്, പേരയ്ക്ക. പേരയ്ക്ക വേണോ? പറിച്ചു തരാം. കൊച്ചുനാളിൽ ഞാൻ എന്തെങ്കിലും കുസൃതി കാട്ടിയാൽ നീ എന്നെ നോക്കി കവിള് വീർപ്പിക്കുമായിരുന്നില്ലേ? ഇന്നാ പേരയ്ക്ക. നീ ആര് പോയാതെ ഈ സുന്ദരി പെണ്ണി കൊണ്ട് നീ പോന്നു? ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാണ് അച്ഛാ, മോഷ്ടിച്ചോണ്ടൊന്നുമല്ല. അങ്ങനെ ആയാലും തെറ്റില്ല. നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഈ മല കയറിയത് അവളുടെ വീട്ടുകാരറിയാതെയല്ലേ? അവള് മരിക്കുന്നത് വരെ ഞങ്ങൾ എന്നും ഓണം പോലെ കഴിഞ്ഞില്ലേ? ആച്ചി മോളെ, നീ കയറി അങ്ങ് വളർന്നല്ലോ. മാലതിക്കും ഭർത്താവിനും ഗോപിക്കും ഒക്കെ സുഖമാണോ മോളെ? അമ്മയ്ക്ക് കൂടെ കൂടെ വയറ്റുവേദന വരും. അതുണ്ടാവും. ഗോപിയുടെ പ്രസവത്തെ തുടർന്ന് അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞല്ലേ? വിശപ്പ് ഒട്ടുമില്ല, ആശുപത്രിയിൽ പോകുന്നുണ്ട്. അതാണോ അവരും കൂടെ വരാത്തത്? ചേച്ചിയും ചേട്ടനും ഗോപിയും കൂടെ ശ്രീനി ചേട്ടന്റെ അച്ഛന്റെ സപ്തതിക്ക് പോയിരിക്കുകയാണ്. ആച്ചി പോകുന്നില്ലെന്ന് പറഞ്ഞു. അവേ, അവന്റെ 16 അടിയന്തരത്തിന് പോകാതെ ഇങ്ങോട്ട് പോകുന്ന നന്നായി മോളെ. നിനക്ക് നല്ല സ്ഥലമെങ്കിലും കാണാമല്ലോ. എനിക്കൊരു എഴുത്തുണ്ടായിരുന്നു, പ്രഭാകരൻ പിള്ള എന്റെ 16 അടിയന്തരത്തിന് വരണമെന്ന്. ഈ മരിച്ചവരുടെ അടിയന്തരമല്ലേ അച്ഛാ 16? ജീവിച്ചിരിക്കുമ്പോഴുള്ള 16 അവന്റെയൊക്കെ സപ്തതി. മോളങ്ങോട്ട് കയറി. അപ്പൂപ്പൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വന്ന് കാപ്പി തിളപ്പിച്ചു തരാം. ഞാൻ കാപ്പിയിടാം അപ്പൂപ്പ. പാചക കാര്യത്തിൽ ആച്ചി മിടുക്കിയാണ് അച്ഛാ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ്. ആട്ടെ, നീ ഉറക്കം വാങ്ങിച്ചോണ്ടോ? ഒരു കുഴപ്പം പറ്റിയച്ചാ, ആച്ചി പോലും അറിയാതെ കുറെ ഉണക്കമീൻ വാങ്ങി പൊതിഞ്ഞ് ഞാൻ സഞ്ചിയിൽ വെച്ചിരുന്നു. എന്തോന്നാ നാറെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഓടയിലെ വാടയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഒടുക്കം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പുറകിൽ 5 പട്ടികൾ. അവർക്കും കൂടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ഉണക്കമീൻ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞു. അയ്യോ, മുഖവരിയുള്ള പട്ടികളായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ പോണാവളോ നിന്റെ ഒരു ഉണക്കമീൻ.